നമസ്കാരം. രാമായണ യാത്രയിൽ നമ്മളിപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് പഞ്ചവടിയിലാണ്. ഇന്നലെ നമ്മൾ കണ്ടു എന്താണ് ഈ പഞ്ചവടി എന്ന്. 5 മരങ്ങളിങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നു. അതിൻ്റെ നടുക്ക് ഒരു കൊച്ച് പർണശാല കെട്ടി ശ്രീരാമനും ലക്ഷ്മണനും സീതയും കുറേ കാലം താമസിച്ചു. അവിടെ വെച്ചാണ് അവരുടെ സാധന എന്ന് പറയുന്ന ആ ഒരു കാര്യം അവർക്ക് വളരെ സൗകര്യപ്രദമായി ചെയ്യാൻ കഴിഞ്ഞ കാലം. അതുകൊണ്ട് പഞ്ചവടിയുടെ ഓർമ്മകൾ ശ്രീരാമനും സീതയ്ക്കും അതുപോലെ ലക്ഷ്മണനും വളരെ പ്രചോദനകരമാണ്. ഈ പഞ്ചവടി എന്ന് പറയുന്നതിൻ്റെ താത്വികമായ അർത്ഥമാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ സിംബോളിക്കൽ മീനിങ് ആണ് നമ്മൾ കഴിഞ്ഞ കണ്ടത്. അതിനകത്ത് നമ്മളൊന്ന് കണ്ടു പഞ്ചശ്രേയസ് എന്നൊരു സാധനം. പഞ്ച എന്നുള്ള വാക്കുമായിട്ട് ഹിന്ദുമത മെത്രോളജിക്ക് ഒരുപാട്, സാധന മെത്രോളജിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പഞ്ചഭൂതങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചശീലങ്ങളുണ്ട്, അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സാധകൻ ഈ പഞ്ച എന്ന് തുടങ്ങുന്ന പഞ്ചാംഗം വരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു ഘട്ടത്തിലാണ്. അതായത് സാധനയുടെ ടെക്നോളജി നമ്മൾ പഠിക്കുന്ന സമയമാണത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് പഞ്ചശ്രേയസ്സുകൾ എന്താണ്. അതായത് ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതമായാലും ശരി, ഭൗതിക ജീവിതത്തിലായാലും ശരി, അയാൾക്ക് 5 ശ്രേയസ്സുകളുണ്ടാവണം. അയാളുടെ ജീവിതം ശ്രേയസ്കരം എന്ന് നമുക്ക് പറയണമെങ്കിൽ 5 കാര്യങ്ങളുണ്ടാകും. അതിലൊന്ന് നമ്മുടെ ഭൗതികമായ ശരീരത്തെക്കുറിച്ചുള്ളതാണ്. ഇനി എന്തൊക്കെ ഉണ്ടായാലും ഭൗതിക ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ, അത് നശിച്ചു പോവുമെങ്കിൽ അതിലൊരു കാര്യമില്ല, സാധനയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരീരം നന്നായിട്ട് സൂക്ഷിക്കണം. അത് നമ്മുടെ ഫിസിക്കൽ കൈയാണല്ലോ അതിൻ്റെ സിമ്പിളായിട്ട് മാറും. ശരീരം ഖലു കർമ്മസാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം. ശരീരത്തെ ആദ്യം സൂക്ഷിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു കാര്യം. പിന്നീട് മനസ്സിനെ സൂക്ഷിക്കുക. അപ്പോൾ ഈ വിരൽ വരുമ്പോൾ മനസ്സിനെ സൂക്ഷിക്കുക. അതാണ് മോതിര വിരൽ എന്ന് പറയുന്നത്. മോതിരം അവിടെയാണ് ഇടുന്നത്. നമ്മുടെ മനസ്സാണ് നമ്മുടെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കൊടുക്കുന്നത്. അതിൽ അവൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് മോതിര വിരലിലാണ് ഇടുന്നത്. അപ്പം മനസ്സിൻ്റെ നിയന്ത്രണമാണ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ നടുവിരൽ എന്ന് പറയുന്നത് കൂർമ്മബുദ്ധി, അല്ലേ, വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കുക. നമ്മുടെ എല്ലാ ഇൻ്റലക്ച്വൽ പവേഴ്സും ഇൻ്റലക്ച്വൽ സിദ്ധികളും നമുക്ക് പൂർണ്ണതയിലെത്തിക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ജന്മം, ഇതുപോലൊരു അന്തരീക്ഷം, ഇതുപോലൊരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ജന്മത്തിൽ നമ്മുടെ ബുദ്ധിശക്തി അങ്ങേറ്റം വളർത്തിയെടുക്കണം. അത് നമ്മുടെ ഒരു ചുമതലയാണ്. പിന്നെ ഈ 2 വിരലുകൾ, ഒന്ന് ഇൻറ്റ്യൂഷൻ, ദ സിക്സ് സെൻസ്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാണ്. മറ്റൊന്ന് ആധ്യാത്മിക വളർച്ച. അപ്പോൾ ഏത് മണ്ഡലത്തിൽ എന്ത് വിജയിച്ചെന്ന് പറഞ്ഞാലും ആധ്യാത്മികത്തിൽ വട്ടപൂജയാണെങ്കിൽ ആ ജീവിതം തോറ്റുപോകും. എന്തിനും പരീക്ഷയിൽ പാസ്സായി, കണക്കിന് പോയി എന്ന് പറഞ്ഞാൽ കണക്കിന് പോയതാണത്. അത് പിന്നെ വീണ്ടും 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 ആധ്യാത്മികയിൽ എത്തുന്നവരെ വീണ്ടും 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 ജനിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ പ്രസിദ്ധിയുടെയും പണത്തിൻ്റെയും ജീവിത സുഖങ്ങളുടെയൊക്കെ പിറകിൽ പോകുമ്പോൾ എത്ര ജന്മം എടുത്താലും ഇതൊന്നും തീരില്ല. അവസാനം അതിലങ്ങനെ മുഴുകി കുറേ കാലം കഴിയുമ്പോൾ എൻ്റെ വഴി തെറ്റിപ്പോയി എന്ന് തോന്നുന്നൊരു കാലഘട്ടം വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജന്മം വരും. അപ്പോഴാണല്ലോ ആധ്യാത്മികതയിലേക്ക് വരുന്നത്. ഇര തേടുക, ഇണ ചേരുക എന്നതിനപ്പുറം, ഈറ്റിംഗ് ആൻഡ് മെയ്റ്റിംഗ്, ഇതിന് അപ്പുറം എത്തുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മത്തിൽ വീണ്ടും അതേപോലെ ഈ 2 കാര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും അധപതിച്ച് അടുത്ത ജന്മങ്ങളിലേക്ക് പോകും. മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടോ ഒക്കെ അധപതിച്ച് ജന്മങ്ങളിലേക്ക് വരും. അപ്പം മനുഷ്യൻ്റെ ജന്മം കിട്ടുമ്പോൾ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് വന്ന് സ്വാധിഷ്ഠാനത്തിലെത്തി അവിടെ നിന്ന് മണിപൂരകത്തിലെത്തുമ്പോഴാണ് എണീച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നരസിംഹം എണീറ്റുന്നത്. ആദ്യം മത്സ്യമായ ജീവൻ വന്നു, പിന്നെ കൂർമ്മമായിട്ട് ജീവിയായി, ആംഫിബിയനായി, അത് കഴിഞ്ഞിട്ട് പന്നിയായിട്ട് 4 കാലിൽ വളർന്നു. അങ്ങനെയാണല്ലോ എവല്യൂഷൻ സംഭവിക്കുന്നതായിട്ട്. നരസിംഹമായിട്ട് എണീച്ചു നിൽക്കുന്നത് ഈ കുണ്ടലിനി ശക്തി പൊക്കിളിൻ്റെ ഭാഗത്ത്, മണിപൂരകത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ആധ്യാത്മികമായ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ താല്പര്യം കൊണ്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉയർന്നു കഴിഞ്ഞു എന്ന് തന്നെ അർത്ഥം. ഇനി അതിനെ മാക്സിമം സഹസ്രാരം വരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്നത്. ആണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിനുള്ള പഞ്ചനിഷ്ഠകൾ നമ്മൾ കണ്ടു. ഇനി ഒന്ന് കാണേണ്ടത് യജ്ഞങ്ങളാണ്. അതായത് ഓരോ മനുഷ്യനും ഓരോ സമൂഹത്തിനും പഞ്ചയജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ പഞ്ചയജ്ഞം ഉണ്ടാവണം, എങ്കിലത് ക്ഷേത്രമാവും. ഇപ്പോൾ ആധ്യാത്മിക യജ്ഞം, ദേവതായജ്ഞം, പ്രകൃതി യജ്ഞം, അതുപോലെ പിതൃയജ്ഞം, ഇങ്ങനെ എല്ലാം കൂടെ ഒരു 5 യജ്ഞങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു ക്ഷേത്രത്തിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ക്ഷേത്രമാവും. ഉദാഹരണത്തിന്
ദേവതായജ്ഞം, അതെല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. ദേവതയായി കണ്ടുകൊണ്ട് ദേവതയെ പൂജിക്കുക എന്ന് പറയുന്നത് മിക്ക ക്ഷേത്രങ്ങൾ അതുകൊണ്ടാണ്. പക്ഷേ പലപ്പോഴും അത് മാത്രമായി പോകും. അതല്ല ഒരു ക്ഷേത്രം ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. ക്ഷേത്രത്തിൽ നമ്മുടെ ശരീരം കൂടെയാണ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഈ ക്ഷേത്രം തന്നെയാണ് ശരി. അപ്പോൾ എൻ്റെ ശരീരത്തിലും ദേവതാ പൂജ എന്ന് പറയുന്ന അത് ഒരു ഭാഗമാണ്, ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ദേവതയ്ക്കുള്ളത് എല്ലാ പൂജകളും നമ്മൾ ചെയ്യുന്നു, വേദങ്ങൾ അടിസ്ഥാനമാക്കി ചെയ്യുന്നു, അതൊരു കാര്യം. പിന്നെ ആധ്യാത്മികമായ ഡെവലപ്മെൻറ്റുണ്ട്. വേദയജ്ഞം സംഭവിക്കും. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വളരെ നന്നായിട്ട് ആ വേദങ്ങൾ എന്നും വായിക്കുകയൊക്കെ വേണം. പ്രാതരജ്ഞം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതരമിത്രാവരുണാ പ്രാതരശ്വിനാ പ്രാതർഭകം പോഷണം ബ്രഹ്മണസ്പതിം പ്രാതഃ സോമാമതരുദ്രം ഹോവേമ പ്രാതർജിതം ഭഗവഗ്രം ഹോവേമ വയം പുത്രമദിതേര്യോ വേധത്താ ആദ്രശ്ചിദ്യം മന്യമാനസ്തുരശ്ചിദ്രാജാ ആദിത്യം ഭഗം ഭക്ഷേഭ്യഃ ഭഗപ്രണേതർഭഗ സത്യാരാധോ ഭഗേ മാം ധിയമുദവാദതന്നഃ. വളരെ ചുരുക്കം അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേദങ്ങൾ ഇരുന്ന് വായിക്കുന്നത് കേൾക്കാം. പക്ഷേ മറ്റു പല ക്ഷേത്രങ്ങളും ഉത്സവ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ വരുള്ളൂ. അങ്ങനെയല്ല, എല്ലാ ക്ഷേത്രത്തിലും വേദങ്ങൾ വായിക്കണം. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ എന്ന് പറയുന്ന അത് വളരെ അത്ഭുതകരമായ മന്ത്രങ്ങളാണ് അതിനകത്തുള്ളത്. ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മനുഷ്യ മനസ്സുകൾ ഉദാത്തമായൊരു ഭാവത്തിലേക്ക് ഉയർന്നു വരും എന്നതാണ് ഗുരുക്കന്മാർ പറയുന്നത്. അപ്പോൾ അതൊരു ദേവതായജ്ഞവും അതിൻ്റെ കൂടെയുള്ള ആധ്യാത്മയജ്ഞമാണ്. അതുതന്നെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള പൂജകൾ, അതായത് നമ്മുടെ മരിച്ചുപോയ ആൻസസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പൂജകൾ, അതും വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ചില ക്ഷേത്രങ്ങൾ മാത്രമേ അങ്ങനത്തെ പൂജകളുള്ളൂ. സത്യത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനത്തെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ഹോമങ്ങളും ഒക്കെ നടത്തുന്നത്. മൃത്യുഞ്ജയ ഹോമമൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് പ്രകൃതിയജ്ഞം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രകൃതിയെ അങ്ങേറ്റം സ്നേഹിക്കണം. ഈ പഞ്ചവടിയിൽ നാലാമത്തെ ഒരു കാര്യമാണ്, അങ്ങേറ്റം സ്നേഹിക്കണം പ്രകൃതിയെ. പ്രകൃതിയെ നിലനിർത്തണം. പ്രകൃതിയെ മലീമസമാക്കരുത്, പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. ഇപ്പോൾ ഇന്ന് തന്നെ ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മൾ പ്രകൃതി വല്ലാണ്ട് നശിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ സാഗരങ്ങളെ നശിപ്പിച്ചു, കാടുകളെ നശിപ്പിച്ചു, പർവ്വതങ്ങളെ നശിപ്പിച്ചു, ശൂന്യാകാശത്തെ വരെ നശിപ്പിച്ചു. ഭൂമിയെ നശിപ്പിച്ചാലും പിന്നെ പറയണ്ട. ഒരുപാട് മനുഷ്യനെന്ന് പറയുന്ന ഒരു ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീവജാലം ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ തയ്യാറായി. സംശയമുണ്ടോ മനുഷ്യൻ നശിപ്പിച്ചില്ല എന്ന്? ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഭൂമിയെ 10,000 തവണ തകർത്ത് തരിപ്പണമാക്കാനുള്ള ആറ്റം ബോംബുകളാണ് മനുഷ്യൻ ഈ ഗ്രഹത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എത്ര വിഡ്ഢിയാണ് മനുഷ്യൻ എന്നാലോചിച്ചു. ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരാണ് നമ്മൾ ഇപ്പോൾ അല്ലേ? ശാസ്ത്രം നമ്മുടെ ബുദ്ധിയുടെ ലക്ഷണമല്ലേ? ഈ ശാസ്ത്രം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കിത് വരുന്ന ഒരാൾ അന്തം വിട്ടു പോകുന്നൊരു കാര്യം എന്താണ് ഈ ഭൂമിയെ 10,000 തവണ നശിപ്പിക്കാൻ കഴിവുള്ള അറ്റോമിക് ബോംബുകളാണ് ഭയങ്കര തലയുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് ഭൂമിക്കടിയിലും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കൂടെ പൊട്ടിത്തെറിച്ചാൽ ഭൂമി ഇല്ലാതായി പോകും. ഇതാണോ ബുദ്ധി? സ്വന്തം തറവാട്ടിൽ തീയിടാനുള്ള വിദ്യ കണ്ടുപിടിക്കുന്നതാണോ ബുദ്ധി? അപ്പോൾ എവിടെയോ ശാസ്ത്രത്തിന് ലക്ഷ്യം തെറ്റിപ്പോയി, ഹൃദയമില്ലാതെ പോയി. അതാണ് ഈ ഹൃദയമാണ് ആധ്യാത്മികത തരുന്നത്. യുക്തി ബുദ്ധി തരും, ശാസ്ത്രം തരും, പക്ഷേ അതിൻ്റെ ഹൃദയമുണ്ടല്ലോ അത് തരുന്നത് ആധ്യാത്മികത. അവിടെയാണ് മതങ്ങൾക്ക് പ്രസക്തി വരുന്നത്. മതം ഹൃദയത്തിൻ്റെ ആളുകളാണ്. വിവേകം നമുക്ക് തരുന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഈ കോവിഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ലാബറട്ടറിയിൽ നിന്ന് പുറത്ത് വന്നുപോയ ഒരു വലിയൊരു അപകടമാണെന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ട്. ചൈനയിലാണ് സംഭവിച്ചതെന്ന് പറയുന്നു. അതൊരു വലിയൊരു തെറ്റല്ലേ? മാനവരാശിയെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം പോലെയല്ലേ വരുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും എന്നാലോചിച്ച്. ഇനിയൊരു കോവിഡ് പോലൊരു രോഗം വരുന്നു. ആ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ബാധിക്കുന്നവരൊക്കെ ബ്ലൈൻഡായി പോകും. അങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതായത് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെല്ലാം കാഴ്ച ശക്തി ഇങ്ങനെ നഷ്ടപ്പെട്ട് രാജ്യം മുഴുവൻ കാഴ്ചയില്ലാത്ത ആളുകൾ. അങ്ങനെയൊക്കെ വന്നുകൂടുന്നൊന്നുമില്ല, തീർച്ചയായിട്ടും വരാം. നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വൈറസ് വന്നുകൂടുന്നില്ല. ഭയക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിവേകം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തോന്നണ്ടേ? എവിടെ നിന്നാണ് ഈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഗുരുത്വം വരുന്നത്? അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഗുരുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അല്ലേ? മാതാപിതാ ഗുരുദൈവം, ഇതാണ് 3 വലിയ ഗുരുക്കന്മാർ. മാതാപിതാ ഗുരുദൈവം. ഇതിലൊന്നും വിശ്വാസമില്ലാത്തവൻ അവൻ എന്ത് ചെയ്യില്ല, എങ്ങനെ ഒരു ലക്ഷ്യബോധം കിട്ടും? അപ്പം ആധുനിക ശാസ്ത്രം കണ്ണുകെട്ടി ഓടുന്നൊരു കുതിരയെ പോലെയാണ്. അതിൻ്റെ കുതിരപ്രധാനം നമ്മളിരിക്കുന്നത്. ഈ കുതിര എങ്ങോട്ട് പോകും നമുക്ക് തന്നെ നിശ്ചയമില്ലാത്തൊരവസ്ഥയിൽ തന്നെ. അപ്പോൾ ഇവിടെയാണ് മതവും ആധ്യാത്മികതയെല്ലാം വരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു മതത്തിനെന്ന് പറഞ്ഞാൽ, മതം വെറും വർഗീയ സ്വഭാവം കാണിച്ചു.
കുറേ നേതാക്കന്മാർ, മതനേതാക്കന്മാർ, രാജാക്കന്മാരും അത് വെച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അവിടെയാണ് മതം പരാജയപ്പെട്ടു പോയത്. ആധ്യാത്മികമായ വളർച്ച വന്ന ആളുകൾക്കെല്ലാം ഇതാണ് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളും ജീവിതത്തിനകത്ത് യാതൊരു മൂല്യവും സൂക്ഷിക്കാത്ത ആളുകളും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വലിയ മത നേതാക്കന്മാരാക്കി മാറ്റിയത്. എല്ലാ മതങ്ങളിലും വന്ന കുഴപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മതങ്ങൾ സ്ഥാപിച്ചവരെല്ലാം വളരെ ലളിതമായി ജീവിച്ചവരും അങ്ങേയറ്റം മറ്റുള്ളവർക്ക് കൊണ്ട് സ്വന്തം ജീവിതം സമർപ്പിച്ചവരാണ്. പക്ഷേ ആ മതത്തിൻ്റെ സുവർണ ആ ഒരു സ്വഭാവം മാറിയിട്ട് വെറും ഭൗതിക വലിയ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന, വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന, വലിയ ക്ഷേത്രങ്ങളിൽ ഞാൻ സ്വർണം കൊണ്ട് പൂശുന്ന, പള്ളികളിൽ സ്വർണ്ണക്കുരിശ് വയ്ക്കുന്ന, വലിയ ബെൻസ് കാറുകൾ നടക്കുന്ന ക്രൈസ്തവ ശിഷ്യന്മാരെ നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെയും ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നു. അതേസമയം ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ദരിദ്രരായിട്ട് ലോകത്ത് ജീവിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്ര രാജ്യവും മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ്. ഏറ്റവും വലിയ സമ്പന്ന രാജ്യവും മുസ്ലിം രാജ്യം തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഇത് ഈ മതത്തിൻ്റെ ആധ്യാത്മിക വശത്തെ പിന്തുടരുന്ന ആളുകൾ? അങ്ങനെയില്ല. ആധ്യാത്മികത എപ്പോഴും മതത്തെ നഷ്ടപ്പെടുന്നോ അപ്പോൾ വർഗീയത വരും. വർഗീയത വന്നു പോയാൽ ഇതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള കഴിവില്ലാതെ പോകും. ശ്രീരാമൻ കൊട്ടാരത്തിലേക്ക് തിരിച്ച് വനവാസം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം പോയി കാണുന്ന കൈകേയിയാണ്. അത് കഴിഞ്ഞിട്ട് ഭരതനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു രാജ്യം, നിൻ്റെ ഭരണമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ ആദ്യം ചോദിക്കുന്നതാണെന്നറിയോ? ഇവിടുത്തെ ചാർവാക മുനിമാർ എങ്ങനെ ജീവിക്കുന്നു. ചാർവാകം എന്ന് വെച്ചാൽ നിരീശ്വരവാദികളാണ്. നമ്മുടെ യുക്തിവാദി ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അവരാണ് ചാർവാകന്മാർ. അവർ ഈ രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് ഭരതൻ പറയുമ്പോൾ ശ്രീരാമൻ ഭരതൻ്റെ തോളിത്തട്ടി അഭിനന്ദിക്കുന്നു. അങ്ങനെയാണ് ഒരു രാജാവ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു രാജാവ് ചെയ്യേണ്ടത്. തന്നെ എതിർക്കുന്നവരെ പോലും, അതായത് തൻ്റെ അഭിപ്രായത്തോട് വ്യത്യസ്തമായി നിൽക്കുന്ന അഭിപ്രായമുള്ളവരെ പോലും അങ്ങേയറ്റം അവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം രാജ്യത്തുണ്ടാകണം. അതാണ് ഒരു രാജാവിൻ്റെ കഴിവ്. നോക്കൂ, ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊരു സാധനം, ഇതൊക്കെ ആധ്യാത്മികം ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രകൃതിയെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. പ്രകൃതിയും ഇനിയും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനപ്പുറമുള്ള രോഗങ്ങൾ വന്ന് കയറും. മാനവരാശി ഒരുപക്ഷെ മുടിഞ്ഞു പോകും, അല്ലേ? ഡൈനോസറസ് എന്ന വലിയൊരു ജീവി ഉണ്ടായിരുന്നു, അതിന്ന് ലോകത്തില്ല. അതിൻ്റെ പ്രധാന കാരണം അത് മറ്റുള്ള ജീവജാലങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ ശ്രമിച്ചു. അതിനെയാണ് ശാസ്ത്രജ്ഞന്മാർ പ്രൂണിങ് ഹുക്ക് എന്ന് പറയുന്നത്. അതായത് വെട്ടിക്കളയും. മനുഷ്യരാണ് കൂടുതൽ കുഴപ്പം കാണെങ്കിൽ മനുഷ്യർക്ക് രോഗങ്ങളുണ്ടാക്കും, യുദ്ധങ്ങളുണ്ടാക്കും, അങ്ങനെ മനുഷ്യരാശിയെ നശിപ്പിച്ചു കളയും. ഡൈനോസറസ് എന്ന് വർഗ്ഗമേ ഇന്ന് ഭൂമിയിലില്ല. ഇതുപോലെ തന്നെയായിരിക്കും ഹോമോസാപ്പിയൻസ് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന് സംഭവിക്കുന്നത്. നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇല്ലേ? അപ്പോൾ പ്രകൃതിയെ രക്ഷിക്കണം. അതാണ് ക്ഷേത്രങ്ങളിൽ കുളങ്ങളും കാവുകളും ഒക്കെ ഉള്ളത്. പണ്ട് മരങ്ങളൊക്കെ, വലിയ മരങ്ങളൊക്കെ വെട്ടാൻ രാജാക്കന്മാർ ഭടന്മാരെ വിടുമ്പോൾ മഹർഷിമാരെ മരങ്ങളുടെ ചുറ്റും കൈകോർത്ത് നിന്നിട്ട് മരത്തെ രക്ഷിച്ചിട്ടുണ്ട്. അതായത് രാജാക്കന്മാർ മഹർഷിമാരെ കൊന്നിട്ടാണ് പലപ്പോഴും ഈ മരങ്ങളൊക്കെ മുറിച്ചത്. അതുപോലെ തന്നെ നദികളെ പൂജിക്കുന്നു. എന്തിനാണ് ഈ നദികളെ ഗംഗയിലെ നിങ്ങൾ ചില ആരതി കാണും. എന്തിനാണ് ഗംഗയെ പൂജിക്കുന്നത്? ആ നദിയാണ് നമ്മുടെ ജീവൻ. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനെയാണ് നമ്മൾ ബഹുമാനം. ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റല്ലേ നമുക്ക് നദി, അല്ലേ? ജലം. ആ ജലമില്ലെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അപ്പോൾ ഇതൊക്കെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ടാണ് പ്രകൃതിയജ്ഞം ചെയ്യുന്നത്, ദേവതായജ്ഞം ചെയ്യുന്നത്, അതുപോലെ ആധ്യാത്മയജ്ഞം ചെയ്യുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിഥിയജ്ഞം എന്ന് പറയുന്നത്. അതിഥിയജ്ഞം എന്ന് വെച്ചാൽ തിഥി നോക്കാതെ വരുന്നതാണ് അതിഥി. അല്ലാതെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്ന ആളല്ല അതിഥി. അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് മൊബൈലിൽ കൂടെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളല്ല അതിഥി. തിഥി നോക്കുന്നില്ല, അയാൾക്ക് എപ്പോഴും വരാം. സത്യത്തെ അതാണ് അതിഥി. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പലപ്പോഴും അതിഥിയായി ഒരാൾ അറിയിച്ചിട്ട് വരുന്നത് അങ്ങനെയല്ല. ആര് നിങ്ങളുടെ അടുത്ത് ഒരു സഹായം അഭ്യർത്ഥിച്ച് വരികയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. അതിനാണ് അതിഥിയജ്ഞം. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ ക്രിസ്തുവും അതുപോലെ തന്നെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വീട്ടിൽ ആഹാരമുണ്ട്, അയൽവക്കുകാരൻ്റെ വീട്ടിൽ ആഹാരമില്ലെങ്കിൽ അതൊരിക്കലും നീ ഭക്ഷിക്കരുത്. കാരണം അയലൊക്കത്തെ കുട്ടികൾ കൂടെ കൊടുത്തിട്ടേ നിനക്ക് കഴിക്കാവും. ഇങ്ങനെ എല്ലാ മതങ്ങളുടെ സ്ഥാപകന്മാർ ആധ്യാത്മിക ജീവികളായിരുന്നു. പിന്നീട് അവരുടെ കഥ എഴുതിയവരുണ്ടല്ലോ, ആ കഥകൾ എഴുതി പുസ്തകങ്ങളാക്കിയവർ, അവരുടേതായ കുറേ നിയമങ്ങളൂടെ അതിനകത്ത് ചേർത്തു. കാരണം അവർക്ക് സൂഹിക്കാനുള്ള കാര്യങ്ങളൂടെ അവർ ചേർത്തു. അങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. യഥാർത്ഥ ഇവരെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർ വളരെ ലളിതമായി ജീവിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ലോകത്തിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ പിന്നീട് വന്നവരൊക്കെ അതിൻ്റെ കഥകളൊക്കെ മാറ്റിമറിച്ചു പോയി. എല്ലാ മതങ്ങളിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ മറ്റാരെയും സഹായിക്കാതെ, തൻ്റെ ജീവിതം കൊണ്ട് മറ്റാർക്കും പ്രയോജനമില്ലാതെ ഒരുപാട് കൊട്ടാരങ്ങൾ പോലെ ഒക്കെ കെട്ടി വലിയ പ്ലെയിനൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ പറന്ന് നടന്ന് ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ അങ്ങനെ സുഖിച്ച്, എനിക്കിങ്ങനെ സുഖിക്കാൻ ഒരു അവകാശമുണ്ട്, ഞാൻ വലിയ രാജാവാണ് എന്ന് പറഞ്ഞ് കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളുണ്ടല്ലോ, ഇവർ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. എന്തുകൊണ്ട് നമ്മുടെ ശത്രു എന്നത് അത് കണ്ടു വളരുന്ന യുവാക്കളും യുവതികളും ഇതാണ്
ഇങ്ങനെ ഒരു ആർഭാട ജീവിതം നയിക്കുന്നതാണ്, ഇങ്ങനെ ഒരു ജീവിതം ഉത്സവമാക്കി സെലിബ്രേഷനാക്കുമെന്ന് പറയുന്നില്ലേ, അത് ആധ്യാത്മികയിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും സാധകൻ അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകരുത്. മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള വേഷങ്ങൾ കിട്ടുകയും മറ്റുള്ളവരെ കയ്യിലാക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളും മാജിക്കുകളും കാണിക്കുകയും ഇങ്ങനെ ഒന്നും സാധകൻ ചെയ്യാൻ പാടില്ല. അതാണ് അതിഥി യജ്ഞം. മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സേവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഒരു ഭാഗമുണ്ടാവണം. എത്രയോ അനാഥരായിട്ടുള്ള ആളുകൾ ഈ ലോകത്തുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്തൂടെ? നിങ്ങളുടെ ധനത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്തൂടെ? എത്രയോ വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊന്ന് സഹായിച്ചൂടെ? എത്രയോ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആളുടെ സാഹചര്യമില്ല, അവർക്കൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തൂടെ? എത്രയോ പേര് ജോലിയില്ലാതെ അലയുന്നില്ലേ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കൂടെ? ഇങ്ങനെ എത്രയോ പേർക്ക് മരുന്നൊന്നൊരു സാധനം ഇല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ ഒരുപാട് അല്ലേ, പലർക്കും പ്രമേഹത്തിൻ്റെ മരുന്നുകളൊന്നും കിട്ടുന്നില്ല, ഒരുപാട് പേര് വിഷമിക്കുക. എന്തുകൊണ്ട് നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിൻ്റെ ഒരു ഭാഗം അവർക്കൂടെ കൊടുത്തുകൂടാ? കൊടുക്കണം. നിനക്ക് ഈശ്വരൻ തരുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ പണക്കാരെന്ന് പറയുന്ന പണത്തിൻ്റെ ട്രസ്റ്റീസാണ്. അവരെ ഈശ്വരൻ വിശ്വസിച്ചിട്ട് അവരുടെ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അവരോടൊപ്പം ഭാഗ്യമില്ലാതെ പോയ ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കാൻ. എല്ലാ ആധ്യാത്മിക ജീവിതങ്ങളിലും വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. വിവേകാനന്ദ സ്വാമിയായാലും ശരി, ഗാന്ധിജി ആയാലും ശരി, ആരായാലും ശരി, ഏത് മതത്തിൻ്റെ സ്ഥാപകനായാലും ശരി, അവർ ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയൊരു പാഠം മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സേവിക്കുക. മാധവ സേവ എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സേവ എന്ന് വേദങ്ങൾ പറയുന്നു. മാനവ സേവ എന്ന് പറഞ്ഞാൽ അത് മാധവ സേവയാണ്. അല്ലാതെ ഞാൻ ദൈവത്തിൻ്റെ ഭയങ്കര ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ്, പക്ഷേ എൻ്റെ ബാങ്കിൽ കിടക്കണ 100 കോടി രൂപ, അതിൽ നിന്ന് 1 പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് ചിലവാക്കില്ല. ഞാൻ എന്തിന് പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവാകണം? ദൈവത്തിന് ഞാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു കാര്യമില്ല. നമ്മുടെ ഗുരുകുമാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ദേവതായജ്ഞം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിഥി യജ്ഞം. അപ്പോൾ ഇത്രയും യജ്ഞങ്ങൾ, 5 യജ്ഞങ്ങൾ, 5 ശ്രേയസ്സുകൾ, 5 നിഷ്ഠകൾ, ഇതൊക്കെ കൂടെ ചേർന്നൊരു ജീവിതമാണ് സാധനാ ജീവിതം എന്ന് വാൽമീകി നമുക്ക് ഈ പഞ്ചവടിയിലൂടെ പറഞ്ഞിരുന്നു. തുടരാം അടുത്ത. നമസ്കാരം.